ഇന്ന് CPM ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഗാസയിലെ ഇസ്രായേൽ കടന്നാക്രമണം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് ഇപ്പോൾ CPM പറയുന്നത്. നെതന്യാഹു പേടിച്ച് കാണുമല്ലോ. ഇവിടുത്തെ പോളിറ്റ് ബ്യൂറോ തീർച്ചപ്പെടുത്തുകയാണല്ലേ. അതെ, പോളിറ്റ് ബ്യൂറോയിൽ കുറെ കടൽക്കിഴവന്മാരുണ്ട്. എല്ലാവരും കൂടെ എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്ക് ഇസ്രായേലിലേക്ക് ജൂതന്മാരെ ആയിട്ട് വലിയ പോര് തുടങ്ങാൻ പോവുകയാണ്. ഇവിടെയുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല കേട്ടോ, ഗാസയിലെ കാര്യങ്ങൾ കാണത്തുള്ളൂ. ഇവിടെ ഒരു ദളിത് യുവതിയെ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മൂക്കിന് താഴെ പോലീസ് സ്റ്റേഷനിൽ ഒരു രാത്രി മുഴുവൻ അതിക്രൂരമായ മർദ്ദനവും പീഡനവും ഒക്കെ. അതൊന്നും MA ബേബി അറിയുന്നില്ല. ഒരിക്കൽ MA ബേബിയുടെ കേരളത്തിലൊരു വലിയ പ്രശ്നം നടന്നപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു ഈ പ്രശ്നത്തെക്കുറിച്ച്. അപ്പം അന്ന് ജനറൽ സെക്രട്ടറി ആയിട്ടില്ല, ഈ പോളിറ്റ് ബ്യൂറോ അംഗം മാത്രമാണ്. അത് ഞാൻ ഈ ദേശീയ വിഷയങ്ങളെക്കുറിച്ച് മാത്രമേ പ്രതികരിക്കാറുള്ളൂ എന്നാണ് സഖാവ് MA ബേബി പറഞ്ഞത്. അപ്പോൾ ദേശീയ വിഷയങ്ങളിൽ വ്യാപൃതനായിട്ടിരിക്കുകയാണ്. മിക്കവാറും എനിക്ക് തോന്നുന്നു ട്രംപൊക്കെ ഭയന്ന് നിൽക്കുകയാണ് MA ബേബിയെ. MA ബേബി ദേശീയ സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞത്, ഞാൻ ഈ ലോകത്തിൻ്റെ മുഴുവൻ രാജാവായിട്ടിരിക്കുന്ന ട്രംപിനെ ഞാൻ നിരീക്ഷിക്കുകയാണ്, ട്രംപിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. MA ബേബി പഠിക്കുകയും പഠിപ്പിക്കാനും പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ എനിക്ക് കേൾക്കുമ്പോഴേ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ നശിപ്പിച്ച ഒരാൾ MA ബേബിയാണ്. രണ്ടാമത്തെ മുണ്ടശ്ശേരി എന്ന് സ്വയം പ്രഖ്യാപിച്ച് തോളി സഞ്ചിയും തൂക്കി ഞാനാണ് സാംസ്കാരിക നായകൻ, സാംസ്കാരിക രംഗമെല്ലാം എൻ്റെ സഞ്ചിക്കകത്തുണ്ട്, എല്ലാവർക്കും മൊത്തമായിട്ടോ ചില്ലറയായിട്ടോ തരും എന്നും പറഞ്ഞ് നടക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ആളാണിപ്പോൾ ഈ ഗാസയുടെ കാര്യത്തിനകത്ത് ഇടപെട്ടിരിക്കുന്നത്. ഗാസയൊക്കെ ട്രംപും ഇവരൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞു. അതൊന്നും MA ബേബി അറിയുന്നില്ല. ഇന്ത്യയിൽ 1.47% വോട്ടുള്ള പാർട്ടിയാണ്. അവര് പറഞ്ഞിരിക്കുകയാണ് നെതന്യാഹു മര്യാദക്കിരുന്നോണം എന്ന്. ഇത് റിപ്പോർട്ട് ചെയ്തത് എന്തായാലും സമ്മതിക്കണം കേട്ടോ. ഇന്ത്യയിലുള്ള മറ്റ് ദേശീയ ദിനപത്രങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആകെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ഒരു പത്രം മാത്രമാണ്. അതും ഏത് പത്രമാണ്? ദേശാഭിമാനി പത്രം. എനിക്കത് രോമാഞ്ചം കൊള്ളുന്നു കേട്ടോ, ദേശാഭിമാനി പത്രം. തൊട്ട് താഴെ മറ്റൊരു വാർത്തയും കൂടെ, ഭീകരതയുടെ അപകടം ലോകത്തെ അറിയിക്കണം ജോൺ ബ്രിട്ടാസ്. പതിറ്റാണ്ടുകളായി ഇന്ത്യ നേരിടുന്ന ഭീകരതയുടെ അപകടത്തെക്കുറിച്ച് ലോക രാജ്യങ്ങൾ അവബോധം ഉണ്ടാക്കേണ്ടുന്നത് അനിവാര്യമാണെന്ന് CPM, അതായത് ജോൺ ബ്രിട്ടാസ് എന്നുള്ള രീതിയിൽ. അബിളെ റഹീമിന്റെ പ്രസ്താവനയുണ്ടോ? അതും കൂടെ വന്നായിരുന്നെങ്കിൽ ആ കോറ ഒന്ന് തികഞ്ഞേനെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേശാഭിമാനി പത്രത്തിൽ നമ്മൾ വായിക്കാതെ വിടരുത്. എല്ലാ ദിവസവും ആ പത്രം വായിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പുലരും മുമ്പ് എഴുന്നേൽക്കണം, ദേശാഭിമാനി പത്രം വായിക്കണം. നേരെ അറിയാൻ വേണ്ടിയിട്ട് സത്യമായിട്ട് നമ്മുടെ മുമ്പിൽ എത്തിക്കുകയാണ്. മിക്ക വീടുകളിലും കാണാം ഈ പത്രം. ആ പത്രത്തിനോടൊപ്പം വേറൊരു പത്രങ്ങളുണ്ട്, അതെടുത്ത് വീട്ടുകാർ വായിക്കും. ഇത് മാറ്റി വെച്ചേക്ക്, ചോറ് പൊതിയാൻ കൊണ്ടുപോകും. അതാണ് പരിപാടി. ഈ എല്ലാ വീടുകളിലും ഈ LDF സർക്കാർ ഒരു കാര്യം ചെയ്യണം, LDF അല്ല CPM, ഒരു ബോർഡ് കൊടുക്കണം. ഈ ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ചില ക്ഷേത്രങ്ങളുടെ ദൈവത്തിൻ്റെ പേര് വെച്ച് ആ ദൈവമാണ് ഞങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യം എന്ന് എഴുതിയിരിക്കുക എന്ന് പറഞ്ഞതുപോലെ ദേശാഭിമാനി ഇതിങ്ങനെ എണ്ണം കൊടുക്കണം ഫ്രീ ആയിട്ട് എല്ലാ വീടുകളിലും. ദേശാഭിമാനി പത്രമാണ് ഈ വീടിൻ്റെ ഐശ്വര്യം. എന്നിട്ട് ഇടത് സൈഡിൽ ആ ബോർഡിൽ നമ്മുടെ കാരണഭൂതനും, വലത് സൈഡിൽ സ്ഥലം ഉണ്ടെങ്കിൽ സ്ഥലം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ മരുമകൻ്റെ പടവും കൊടുക്കണം. അത് കൊടുത്തു കഴിയുമ്പോഴേ ആ വീടിന് എന്തോ ഒരു ഐശ്വര്യമായിരിക്കും എന്നറിയാം. ഇപ്പം കേരളത്തിൻ്റെ ഐശ്വര്യം ഇവർ രണ്ടുപേരും. അപ്പം ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളതാണ്. ദേശാഭിമാനി പത്രത്തിന് കൂടുതൽ പ്രചാരം കിട്ടുകയും ചെയ്യും. നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പത്രമാണ്. മിക്കവാറും ഗാസയിലൊക്കെ ഇതിൻ്റെ കോപ്പി ചെന്നിട്ടുണ്ട് കേട്ടോ. അവിടെ അവർ അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ ദേശാഭിമാനി പത്രം വായിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. നെതന്യാഹു ഇതിൻ്റെ കോപ്പി അന്വേഷിച്ച് ഓടി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ലോകത്ത് ഏതെങ്കിലും ഒരു പാർട്ടി നെതന്യാഹുവിനെ വിരട്ടിയിട്ടില്ല. ട്രംപും ഭയന്ന് വിറച്ചുപോയി.
ട്രംപ് കസ്റ്റഡിയിലാക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണെന്ന് എം എ ബേബി അറിയുന്നില്ല ഇതുവരെ. അവിടെ ഉള്ളവരെ ഒഴിപ്പിക്കാൻ നോക്കി നടക്കുകയാണ്. അപ്പോഴാണ് ഗാസയിൽ മരിച്ചു വീണവരെയും പരിക്ക് പറ്റിയവരെയും നമ്മൾ അവഹേളിക്കുകയൊന്നുമല്ല, അവരുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. കേരളത്തിലെ വിഷയങ്ങളൊന്നും എം എ ബേബിക്ക് കാണുന്നില്ല. ഇവിടെ ആശാ വർക്കർമാരുടെ സമരം 100 ദിവസമായി സെക്രട്ടേറിയറ്റിന് നടയിൽ കുറേ സ്ത്രീകളെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ആ സ്ത്രീകളെ തെരുവിൽ വലിച്ചിഴക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വലിച്ചിഴയ്ക്കുന്ന ദുശാസനന്മാരാണിവർ. അതൊന്നും ഇവർ കാണുന്നില്ല, ഈ ബേബിയൊന്നും കാണുന്നില്ലെന്നുള്ളതാണ്. എന്നിട്ടോ ഈ എം എ ബേബിക്കൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്നേ. കാരണം പിണറായിയാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. ഈ എം എ ബേബി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചിയും തൂക്കി ഫ്ലൈറ്റ് കയറി ഇറങ്ങി പോകുന്നില്ലേ? അത് ആര് കൊടുത്തിട്ടാണ്? പിണറായി വിജയൻ ഇവിടുന്ന് 4 ചക്രം കൊടുത്തിട്ടാണ് AKI സെൻറ്ററിൽ. അവിടെ ഡൽഹി AKI സെൻറ്ററിൻ്റെ കറണ്ട് ചാർജ് അടയ്ക്കുന്നത് ഇവിടുന്ന് പൈസ അല്ലടാ. ഇവിടെ മാത്രമല്ലേ ഉള്ളൂ, അതും പോകാൻ പോവുകയാണ്. ദേശാഭിമാനിക്ക് എല്ലാ ജില്ലകളിലും എഡിഷൻ ഉണ്ടെന്നുള്ളതാണ്. ഗംഭീരമായ ജനൈക പത്രം പോലൊന്നുമല്ല കേട്ടോ. ജനൈകം പത്രമൊക്കെ ആൾക്കാർ വായിക്കാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ ജനൈകത്തിൻ്റെ സ്ഥിതിയൊക്കെ എന്തായി? പണ്ട് ഈ ജനൈകം പത്രം അടിച്ചുകൊണ്ടിരുന്ന കൊല്ലത്താണ് അതിൻ്റെ മെയിൻ ഓഫീസ്, കൊല്ലത്ത് കടപ്പാക്കട. അന്ന് വൈകുന്നേരം ആകുമ്പോൾ, അന്ന് KSRTC ബസ്സിലൊക്കെയാണ് ഈ പത്രം കൊണ്ടുപോകുന്നത്. വൈകുന്നേരം ആകുമ്പോൾ കടപ്പാക്കടയിൽ ഈ KSRTC ദൂര സ്ഥലത്തേക്ക് പോകേണ്ട KSRTC വന്ന് ഈ ജനൈകം പത്രത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ കിടക്കും, കിടക്കുക. അപ്പം ഇതിലെല്ലാം പത്രം ലോഡ് ചെയ്യുകയാണ്. ജനൈകം പത്രവും ജനൈകം വാരികയൊക്കെ ഉണ്ട്. കാമ്പശ്ശേരി കരുണാകരനൊക്കെ ആയിരുന്നു അതിൻ്റെ പത്രാധിപർ. പിന്നെ കുട്ടികളുടെ ബാലയുഗമൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇത് ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അത്രത്തോളം വരിക്കാരുണ്ടായിരുന്നു ജനയുഗത്തിന് ഒരു കാലത്ത്. ഇപ്പോൾ KSRTC ബസ് അതുവഴി പോകുമ്പോൾ എങ്ങാണ്ട് ഒരു കെട്ട് വലിച്ചെറിയും, അതിനകത്ത് വീണെങ്കിലായി ഇല്ലെങ്കിലായി. ആ അവസ്ഥയിലായി ജനയുഗത്തിൻ്റെ ഗതി. പാർട്ടിയുടെ ഗതി നമുക്കറിയാം. ഈ CPMൻ്റെ വാലി തൂങ്ങി പിടിച്ചിങ്ങനെ നിൽക്കുക, സാരി തുമ്പി പിടിച്ച് നിൽക്കുന്നത് പോലെ അവരുടെ ചവിട്ടും കുത്തും ഏറ്റ് കിടക്കുന്ന ഒരു പാർട്ടിയാണ്. ഇവരുടെ കാര്യം പോക്കാണ്. ദേശീയ തലത്തിലുള്ള വോട്ട് ചെയ്യാൻ പറഞ്ഞു അതിൻ്റെ മുങ്ങിത്താണ് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ നെതന്യാഹുവിനെ വിരട്ടിയിരിക്കുന്നത്. ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പൊക്കോണം, ഗാസയിൽ വെടിനിർത്തൽ നടത്തി ഗാസയിലുള്ളവർക്കൊക്കെ തന്നെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ വിതരണം ചെയ്യണം. ഇല്ലെങ്കിൽ അവിടെ മിക്കവാറും ഈ CPM എത്തും. കേരളത്തിൽ നിന്ന് ഡബിൾ എ റഹീമും ഒക്കെ കൂടെ അവിടെ എത്തും. എല്ലാവർക്കും ഭക്ഷണവും വസ്ത്രവും ഒക്കെ വിതരണം ചെയ്യും, മരുന്നും കൊടുക്കും, ദേശാഭിമാനി പത്രവും കൂടെ കൊടുക്കും കേട്ടോ. അതാണ് ഇതിനകത്ത് ഗാസയിലുള്ളവർക്കല്ല. അപ്പോൾ ബേബി എന്തായാലും പറഞ്ഞിരിക്കുന്നത് ദേശാഭിമാനി മാത്രം, മനോരമ പോലും അത് റിപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്നുള്ളതാണ്. എം എ ബേബിയെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കാൻ വേണ്ടി മനോരമ ഒരുപാട് അധ്വാനിച്ചതാണ്, ഒരുപാട് അധ്വാനിച്ചു. ഇവിടെ ബേബി കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ജനറൽ സെക്രട്ടറി ആക്കണമെന്നും പറഞ്ഞു. പത്രങ്ങളോട് എഴുത്താണ്. ഈ എഴുതി ഇങ്ങനെ ആക്കുമല്ലോ. ഇപ്പോൾ LDF ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? പറഞ്ഞ് 3-ാം തവണ അധികാരത്തിൽ വരികാൻ ശ്രമിക്കുക. അങ്ങനെയുണ്ട്, രീതിയുണ്ട്. പറഞ്ഞ് അങ്ങനെ ആകും. ആ തരത്തിലാണ് LDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനോരമ ഇങ്ങനെ എഴുതി എം എ ബേബിയെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. മനോരമയുടെ വലിയ ആഗ്രഹമായിരുന്നു. ആ മനോരമ പോലും എം എ ബേബി ഈ നെതന്യാഹുവിനെ വിരട്ടിയത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് വേണ്ട കാര്യമായിരുന്നു, അത് ചെയ്തില്ല. അപ്പോൾ ദേശാഭിമാനി മാത്രമേ കാണുന്നുള്ളൂ സത്യമായിട്ട്. അതുകൊണ്ട് എല്ലാവരും പുലരും മുമ്പ് എഴുന്നേറ്റ് ദേശാഭിമാനി പത്രം വായിക്കണം. വായിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്നിട്ട് പിന്നെ കൈ ഉയർത്തി വിപ്ലവ അഭിവാദ്യങ്ങൾ